ഈ കൊലയെ കൊണ്ടവിടെ വെച്ചതല്ലാതെ വെള്ളം ഒഴിക്കുകയോ ഒരു ശകലം ചാണകപ്പൊടി ഇടുകയോ എന്തെങ്കിലും ഒരു വളം ഇടുകയോ ചെയ്തിട്ടില്ല. ഒന്നും ചെയ്യാതെ ഉണ്ടായതെന്നാണ്. പക്ഷേ ഇതിൻ്റെ കൂടെ നട്ടതെല്ലാം ഇതുപോലെ വന്നില്ല, എല്ലാം ചെറുതായിട്ടാണ് വന്നത്. പക്ഷേ ഇതൊന്നും ചെയ്യാതെ തന്നെ അവിടുന്ന് സെറ്റായിട്ട് വന്നു. ഇതാ പഞ്ചായത്തിൽ നിന്ന് കണ്ടു കിട്ടിയേ. അമ്മ അവിടെ എടുത്ത് വെച്ചിട്ട് നടാനില്ലെന്ന് തന്നെയല്ല, അവിടുന്ന് കുറച്ച് ഇങ്ങനെ അവർ ചെന്ന് പെറുക്കി എല്ലാവരും തിരഞ്ഞിട്ടേ ബാക്കി കിടന്ന കുറേ വിത്തുകളുണ്ടായിരുന്നു. അമ്മ ചെന്നപ്പോൾ തന്നെ അവിടെ വിത്തുകളെല്ലാം പോയായിരുന്നു. എന്നിട്ട് പിന്നെ കുറച്ച് ബാക്കി കിടന്നെല്ലാം കൂടെ എടുത്ത് വെച്ചിരുന്നു, തിരഞ്ഞതിൻ്റെ ബാക്കി. അല്ല, ഇന്ന് പഴമോ? ആ, ചോറ്. അമ്മ പുട്ടെന്താക്കാനേ? എനിക്കല്ല സാധാ ഷേക്കാ ഇഷ്ടം. ഷേക്കോ? കുടിച്ച് ഒരു ചോറ ഉണ്ടോ? നീ എന്നാ ടീ നിർത്തിട്ട് ഓരോ ഡ്രസ്സ് ഇടുവേ. അതിനെന്തേലും ഒരു കുഞ്ഞ തുള കണ്ടിട്ടാണ് അത് ഇടിയല്ലോ. അന്ന് ഇപ്പൊ ഇന്നലെ 3-4 ഡ്രസ്സ് അവള് മാറിയത്. ഇട്ട് കഴിയുമ്പോ നമുക്ക് സുഖിക്കില്ല. ഫോണെടുത്തോ? തുളസി കോമളവും ഞാനില്ല. Miss Missy, Erica, Incense, and
working, yeah, we've been. Last night, I took my pen and my pencil and took a trip out the universe. Verses sweeter than cinnamon. Rehearse and repeat my verses till they stuck in me insulin. Kill it, I hearse, I work, I bust my legs in the interim. Chasing sky higher vibes, yeah. By all means, tryna flex like Hot 97. By all means, triple threat, Malcolm X. Hey, by all means, can't stop till I got the top spot right next to Miss Erica Incense and Prince, product of joy, magic and muscle. Van McCoy with the hustle. We've been working. Circle small as pinky rings. My people play their position. Puzzle pieces complete the vision. Yeah, we've been working like the Energizer Bunny non-stop. Bad bunnies drive to the drum line now. We've been working, we've been working, we've been working, yeah, we've been working, yeah, we've been. നമ്മുടെ സ്വന്തം പറമ്പിലുണ്ടായ സ്വന്തം പഴക്കൊല. ഇത് ഞാനെടുത്ത് നെയ്യൊക്കെ ഇട്ട് ശാമ്പുവിക്ക് മുരിച്ചു കൊടുത്തു. ബാക്കിയുള്ളത് നെയ്യൊക്കെ ഒഴിച്ച് ഇങ്ങനായി പഞ്ചസാരയൊക്കെ ഇട്ട് അരിയിച്ച് ഈ സെറ്റപ്പിലാക്കി. ഒരു സുഖം. നമ്മുടെ സ്വന്തം പറമ്പുണ്ടായ സംഭവം കൊണ്ട് കഴിക്കാൻ ഒരു സുഖം. അമ്മേ, ഇന്ന് വെയിലുണ്ട് കേട്ടോ. ഓഡിയൻസ് ഇത് മാറ്റി പിടിക്കടി വേ, വേറെ വല്ലതും വെക്കടി വേ. ഹാ, എന്തോന്നാ ഞാൻ പറഞ്ഞേ? റിമോട്ട് എടുത്ത് മുടിപ്പിക്കുമോ നീയാ? ആ, കിസ് മത്സരം. ഞാൻ എന്നാ നമുക്ക് കിസ് മത്സരം ഉണ്ടാക്കാം, ചെയ്യാം, മത്സരിക്കാം. ഇന്ന് സാറ്റർഡേ. സാധാരണ ഞാൻ ഈ സമയത്ത്, അതായത് ഉച്ചയ്ക്ക് അടുക്കളയിൽ പോകുമ്പം ഏതേലും ഒരു ചേട്ടനെ കാണുന്നതാണ്. ചേരയോ വല്ലോ കാട്ടുപാമ്പോ ഒക്കെ ആയിരിക്കും. ഈ പ്രാവശ്യം ക്യാമറയായിട്ട് പോയേക്കാന്ന് വെച്ചു. ആദ്യം കൂടെ പോയി നോക്കാം എവിടെയെങ്കിലും ഉണ്ടോയെന്ന്. ഇത് മാത്രം ഞാൻ പിടിക്കില്ല. ഏറ്റവും പേരുള്ള സാധനമാണിത്. ഇതുണ്ടോ? എല്ലാം തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ കീഴെയാണ്ടേ. ഇന്നലെ അവിടെ ആയിരുന്നു, അതിൻ്റെ അവിടെ. അതിനപ്പോൾ എന്നെ ചേട്ടാ പറഞ്ഞ, പക്ഷെ അല്ല, അത് ചേരയായിരുന്നു തോന്നുന്നു നേരത്തെ കണ്ടേ. ഇന്ന് ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ, ഓടാനാണ്. ഒച്ച വെച്ചാൽ മതി. ആരുമില്ല. സമ്മാനദാനം. ഓക്കെ. ശാമ്പൂയ്ക്ക് മുട്ടച്ചോറ്. ഇപ്പം എങ്ങനെ കൊണ്ടുപോകില്ല നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്തോ? ശംഭോ, കടുക് പൊട്ടിക്കേണ്ടതായിരുന്നു. ശേ, ഓയ് വാരിത്തരണോ? വലിയ പെങ്കൊച്ച എന്നിട്ട് പറയാം വാരിത്തരാൻ. ഡാൻസ് കളിച്ചോണ്ടാണല്ലോ ചോറുണ്ടെന്നേ. മഴയില്ലാത്ത ഇടി, ഇതാണ് സഹിക്കാൻ വരാത്തത്. ഇടി തുടങ്ങിയിട്ടുണ്ട് ശംഭു. അയ്യോ, കുളിപ്പിക്കാം. ഇടി കണ്ടിട്ടുണ്ടോ? ഇടി കണ്ടോ നീ? ഇടി ആ, പിന്നെ ഇടി ഒരുപാടൊക്കെ വെളി കുടിക്കുന്നത്. പോയേ, മാറിക്കോ. പോയാ മഴ വന്നാലല്ലേ ഇപ്പൊ ചെറുതായിട്ട് കുറച്ച് തൂളി പെട്ടെന്ന്. എന്നിട്ട് ഇടിയാണ്, ഇടി. സഹിക്കാൻ മാട്ടെ. മഴ ഇല്ല, മഴ. കറണ്ട് പോയതല്ലേ, ചുമ്മാ അല്ലേ ടി വി നിർത്തി. ടി വി നീ വെക്കല്ലേ, ഇടി വിട്ടു കേട്ടോ. പറഞ്ഞു കേട്ടുന്നുണ്ടോ? ഓ അല്ല, പിന്നെ നിന്റെ അവിടെ വെക്ക. ഇപ്പൊ പോകുമ്പോ എടുക്കാം. പോകട്ടെ, അവിടെ വെക്ക്. വേണ്ട, അവിടെ വെച്ചേ. അങ്ങോട്ട് പോകുമ്പോ
പറ. ഒന്ന് കിടന്ന് ഉറങ്ങാന്ന് വെച്ചാല് അപ്പൊ വരാതെ എവിടെ പോകാനാണ് ഇവേ? ഇങ്ങ വാ, ഇവിടെ ബാ, കുറച്ചു നേരം കിടന്ന് ഉറങ്ങാം. അതേ ഇനിയിപ്പോ മഴയൊക്കെ പെയ്യുന്നു. ബാ, മഴ തൂളുന്നുണ്ടായിരുന്നു, പെട്ടെന്ന് തൂളി. എന്തുകൂടെ ഇപ്പം ഇടി തുടങ്ങി. ഇന്നും ഒരു രക്ഷയില്ലാത്ത മഴയാ. അവിടെ പണിയായിരുന്നു, അതിനിടയ്ക്ക് മഴ പെയ്തു. നനഞ്ഞ് കുളിച്ച് ഡ്രസ്സൊക്കെ നനഞ്ഞു. നല്ല അടിപൊളി മഴയാണ്. കാറ്റും ഉണ്ട് അത്യാവശ്യം. ഇവിടെ മഴ പെയ്താൽ അങ്ങനെ കാറ്റുണ്ടാവും. പെയ്യുന്നുണ്ടെങ്കിൽ പെയ്യ്. ഇപ്പം ആരാണ്ട് നിർബന്ധിച്ച പോലാണല്ലോ. ആ, അങ്ങനെ പെയ്യ്. കണ്ടോ, മഴയോട് പെയ്യുന്നുണ്ടെങ്കിൽ പെയ്യ്. നമ്മളാരും നിർബന്ധിക്കുന്നില്ലല്ലോ. തല്ലു കൊടുത്ത് പെയ്ക്കുന്നവരുണ്ടല്ലോ. ഇതുപോലെ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും. നന്നായിട്ട് പെയ്യണം. അയ്യോ, ആണെന്നേ, എന്തൊരു കണ്ടുപോക്കാ പോകുന്നേ. എന്നാ ചെയ്യും നമുക്ക്? തുണി ഇല്ലല്ലോ എടുക്കാൻ. നിനക്ക് ഇതൊക്കെ ഒന്ന് ചെയ്തു എന്തുവാ? ആ, തൂത്തൊക്കെ ഒന്ന് വാരി. ശിശുക്കളെ കൊണ്ട് പണി ചെയ്യിക്കരുത്. ശിശു അല്ലല്ലോ, ശിശു. മഴ എന്നാ വരാത്തോ? മുടി അങ്ങ് മുട്ട അടിച്ചാലോ? മണിയുടെ കൊച്ചിന്റെ മുടി മുട്ട അടിച്ച വീഡിയോ നമ്മൾ കണ്ടില്ലേ? എനിക്ക് പടിഞ്ഞിട്ടുണ്ടോ ആദ്യം? പേളിയരോ? പളനി. ആ, പളനി ഒന്ന് പോയി മുട്ട അടിച്ചതല്ലേ? ആരാണെയാണെ പളനി പോയി മുട്ട അടിച്ചു. എത്ര തവണ അടിച്ചോ? തിരുപ്പതി പോയി മുട്ട അടിച്ചു. അത് അവിടെ ഒരു തവണ അങ്ങനെ അടിച്ചുള്ളൂ. ആരാണി മുട്ടയോട് മുട്ടയായിരുന്നു. അത് ന്യായം. ശ്യാമളമ്മ അല്ലെങ്കിലും മുട്ട അടിക്കാൻ ഇരിക്കുവാ. ശ്യാമളമ്മ മുട്ട അടിക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അത് രാമമാമന്റെ കല്യാണം കഴിയട്ടെന്നാ പറഞ്ഞത്. രാമമാമന്റെ കല്യാണം കഴിച്ചപ്പോൾ 2-3 മാസമായില്ലേ? അപ്പോൾ നമുക്കിനി ശ്യാമമ്മയോട് പറയാം പളനി പോയി മുട്ട അടിക്കാൻ. അമ്മയ്ക്ക് ഇഷ്ടമുള്ളപ്പോ അമ്മ അടിക്കട്ടെ. ഡിവേ നമ്മളെ നിർബന്ധിച്ച് ചെയ്യിക്കണ്ടല്ലോ. ഇനിയിപ്പോൾ അടുത്ത കണ്ണമ്മാമന്റെ കല്യാണം, പിന്നെ അമ്മയുടെ ആങ്ങളുടെ മക്കളെ ആരൊക്കെ ഉണ്ടോ ഇനി കല്യാണം കഴിക്കാൻ? അല്ല, അവരുണ്ട്. അവനെ ഉള്ളെന്ന് തോന്നുന്നു. ബാക്കിയെല്ലാം കല്യാണം കഴിച്ചു. അതെല്ലാവരുടെയും കല്യാണം കഴിഞ്ഞിട്ടാണെന്ന് വെച്ചാൽ നടക്കില്ല. ലാസ്റ്റ് പറയാം നാരായണയുടെ കല്യാണം കഴിയട്ടെന്ന് പറയും. കണ്ടോ, മഴ തീർന്നു. ഇത്രേ ഉള്ളു കേസ്. അപ്പ എന്നാ പറഞ്ഞ വിരിച്ചിടാൻ പറഞ്ഞോ? എന്നീ കാണിക്കുന്നേ? വലിക്കാതെ. വടി വെച്ചിട്ടുണ്ടേ. ആണോ? പിന്നെ നീ വലിച്ചേ? ഭയങ്കര വികൃതിയാണ്. പിന്നെ മഴ പെയ്യുന്നു. ആ വയ്യട്ടോ, ചുമ്മാ പണിയൊന്നുമില്ല. കരണ്ട് പോയതാണ്. ഒരു മഴയെന്ന് അവിടെ എഴുതി കാണിച്ച ആ സെക്കൻഡ് ഇവിടെ കരണ്ട് പോയിരിക്കും. മുട്ടിയിരിക്കായിരുന്നു കരണ്ട് പോകാൻ വേണ്ടി. കരണ്ട് കളയാൻ വേണ്ടി മുട്ടിയിരിക്കായിരുന്നു തോന്നുന്നു. ഇറങ്ങാല്ലേ കേട്ടോ, ഇടിയാണേ. മഴ തല്ല കുളിക്കുന്നേ കേട്ടോ. ഇടിയില്ലായിരുന്നേ ഇറക്കി വിടായിരുന്നു. ഇതിപ്പോ ഇടിയാ മൊത്തം. മിന്നല്. നീ വീഴും ഇങ്ങ വന്നേ. ഇവിടെ അടിപൊളി മഴ. ഇത് നല്ലതായിട്ട് മഴ പെയ്തിട്ട് വീഡിയോ എടുക്കുന്നുള്ളതെന്ന് വെച്ചാൽ ഇരിക്കുകയായിരുന്നു. ചുമ്മാ മനുഷ്യനെ പറ്റിക്കുവായിരുന്നേ. എന്താ
വേണ്ട വേണ്ട, ഇടി വെട്ടുന്നുണ്ട് അതുകൊണ്ടാ. ഞാൻ നല്ല അടി വെച്ച് തരുവേ കേട്ടോ. വേണ്ട. ഭയങ്കര മഴയാട്ടോ. മഴ മാത്രമല്ല, കാറ്റ്. എൻ്റെ അമ്മോ, ഇതിൻ്റെ മണ്ടയോട്ട് എന്തോ ഒരു കമ്പ് വീണിട്ടുണ്ട് ചെറുതായിട്ട്. ഷീറ്റായപ്പോൾ നല്ല സൗണ്ടായിരിക്കും വീഴുമ്പോൾ. ഭയങ്കര കാറ്റാണ് കേട്ടോ. ഇതെന്തോ ഓല എങ്ങാണ്ട് വീണിട്ടുണ്ടെന്ന് തോന്നുന്നു. മഴയത്ത് മിണ്ടായിരുന്നു അവിടെ. ഭയങ്കര കാറ്റാണ്. പൊക്കെ കയറിപ്പൊക്കെ. വേണ്ട വേണ്ട, കയറിപ്പൊക്കെ. മഴ മാത്രമല്ല, ഇടിയും കൂടെ ഉണ്ട്, അല്ലെങ്കിൽ മഴയത്തോടായിരുന്നു. മഴയ്ക്ക് ഒറ്റയ്ക്ക് വീഴാൻ പോരെ. ഈ മിന്നലും കാറ്റും ഒക്കെ എന്നത്തിനാ കൂടെ. അയ്യോ നോക്ക്, കാറ്റ് കാറ്റ്. അമ്മോ, ചമ്മയെ കണ്ടോ, ഇടിയാണ് ഇടി. അമ്മോ, അകത്ത് കയറാം. അപ്പോൾ വരുമ്പോൾ ഒന്നുമില്ല. ഞാൻ വെള്ളോട്ട് ഇറങ്ങി നോക്കിയപ്പോൾ ഓല മാത്രമല്ല വീണേക്കുന്നത്. ഏറുമാടത്തിൻ്റെ മണ്ടയിൽ കിടക്കുന്ന ആ ഒരു മുള ഇങ്ങനെ ഇങ്ങോട്ട് ചാഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏറുമാടത്തിൽ അങ്ങനെ അങ്ങ് മുട്ടിയെന്ന് ചോദിച്ചാൽ അതെ വീണ്ടില്ലേ ഉണ്ടോ. ഈ പരുവായി അതിൻ്റെ മണ്ടയിൽ കൂടെ ദേ ഇങ്ങനെ വന്ന് വേണ്ട വന്ന് കിടക്കുന്നു. ഉണ്ടോ, ഇതാണ് അവസ്ഥ. ഇന്നലെ വീണതാണ് ഈ ഓല. ഇത് ഇന്ന് വീണ്. പേടിച്ചു പോയാടാ. തേങ്ങയും വീണിട്ടുണ്ട്. പക്ഷെ ഇതിപ്പോൾ എന്നാ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഇവിടെ ഓല വീണിട്ടുണ്ട്. ഇതുകൊണ്ട് ആ മുള ഇതേ കൂടെ ഇങ്ങനെ വന്നു. എന്നാടാ വരുന്നു. ടച്ച് ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ പക്ഷെ ആ പാത്തിയൊക്കെ താഴെ പോയി കേട്ടോ. ഉണ്ടോ, ഏറുമാടത്തിൻ്റെ സൈഡ് വെച്ച് പാത്തിയൊക്കെ താഴോട്ട് വന്നിട്ടുണ്ട്. എന്താ പൊന്നെ, നോക്കണേ. ഞാനിപ്പോഴത്തെ നല്ല കാറ്റായിരുന്നു. മിന്നലും ഇതൊന്നും മാത്രമായിരുന്നു അല്ല ഉണ്ടായിരുന്നത്. മഴയും മിന്നലും അല്ല, കൂടെ കാറ്റും ഉണ്ടായിരുന്നു. എന്താ ചെയ്യാനോ. നീ ഇവിടുത്തെ അവസ്ഥ എന്നാണോ നോക്കുക. വലയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല. വലയൊക്കെ ഇതുപോലെ തന്നെ ഉണ്ട്. എൻ്റെ പൊന്നോടെ ഒന്നുമില്ല. കാലിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ അങ്ങോട്ടൊന്ന് ചാടും. എല്ലാം എന്ത് എൻ്റെ മണ്ടയിലുണ്ടെന്ന് തോന്നുന്നു. എല്ലാം ഉണ്ട്. അവിടെ തന്നെ ഇരുന്നോ. ചക്കയൊക്കെ വീണിട്ടുണ്ട്. വേറെ നാശനഷ്ടങ്ങളൊന്നുമില്ല എന്ന് തോന്നുന്നു. അപ്പൊന്നും വരാറായില്ലടാ. നാളെ പുട്ടുണ്ടാക്കാനായിട്ട് തേങ്ങ വേണമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു. കിടപ്പുണ്ട്. നോയിക്കോണേ. ഞാൻ വരുന്നു. ഇപ്പം തരാം. കാണിക്കുന്ന മണിയുണ്ടോ. വെള്ളത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല. എങ്കിലും കുളിപ്പിച്ചതാണേ. ഡേ, നീ എന്നെ മണി കാണിച്ചാ. നീ ഉടുപ്പം മൊത്തം ചെളിയായില്ലേ. പോയി ബാത്റൂമിൽ പോയി കയ്യിൽ കഴിക്കേ. ചെളിയല്ല തുടയ്ക്കണ്ട. പോയി കഴുകിയെടുത്ത് തുടച്ചാൽ മതി. നോക്കിക്കേ, കാണിച്ചു ചെയ്യുന്നുണ്ട്. മുമ്പൊക്കെ ഇട്ട് അവിടെ വലിച്ചു വാരിയിട്ട് ഇങ്ങനെയാണ് അവസ്ഥ. ഇന്നത്തെ കാറ്റിൻ്റെ അവസ്ഥയാണത്. വേറൊന്നും കൂടെ അങ്ങോട്ട് പോയിട്ട് നേരത്തെ പോയതാണെന്ന് തോന്നുന്നു. നേരത്തെ
അപ്പം വരുമ്പോൾ 7:30 ആവില്ലേ? 7:30 ആവില്ലേ? പകലല്ലാതെ എടുക്കണം. ഇവിടെ എല്ലാ അടുത്ത ഭാഗങ്ങളിലെല്ലാം ആ കാറ്റത്ത് മരം വീണിട്ടുണ്ട്. അതുകൊണ്ട് കറണ്ട് ഇനിയും ഉടനെ നോക്കണ്ടെന്നാണ് ഇൻഫർമേഷൻ. അറിയില്ല, ടൗണൊക്കെ ആയതുകൊണ്ട് എങ്ങനെയാണെന്നറിയില്ല. അതുപോലെ വീടിൻ്റെയൊക്കെ മണ്ടയിൽ മരം വീണു, അങ്ങനെ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി ഇവിടെ അടുത്ത ഭാഗങ്ങളിൽ. അതുപോലെ കാറ്റായിരുന്നു. അപ്പയ്ക്ക് ബൈക്കൊന്നുമില്ല. അതുകൊണ്ട് കറണ്ട് നോക്കണ്ട നാരായണി, അല്ല ശാംഭവി. കറണ്ട് ഉടനെ വരുമെന്ന ഒരു ലക്ഷണവും ഇല്ല. മരമൊക്കെ വീണ് കിടക്കുക റോഡിലൊക്കെ. അപ്പം വരുന്ന വഴിക്കൊക്കെ മരം വീണോന്നൊന്നും ആരും അറിയില്ല. കൊച്ചു കിടന്നോ? നമുക്ക് കിടന്നങ്ങ് ഉറങ്ങിയേക്കാം. അപ്പം വരുമ്പോൾ എണീക്കാം. കറണ്ടും ഇല്ല. ഇനിയിപ്പം കുറേ കഴിയുമ്പോൾ ഈ ലൈറ്റും കൂടെ ഓഫ് ആവുമായിരിക്കും. നോ, കിടക്കട്ടെ. പാലൊക്കെ അപ്പം മേടിച്ചോണ്ട് വരുമായിരിക്കും. വരുമ്പോൾ നമുക്ക് അച്ചി കുടിക്കാം. അവൾ ഇങ്ങോട്ട് വിളിച്ചില്ലല്ലോ. വിളിക്കാം, വിളിച്ചു നോക്കാം. പുള്ളി ചോദിച്ചു ഇപ്പൊ ഇവരും ഇങ്ങനെ പരിപാടിക്കൊക്കെ പോവാന്ന് പറഞ്ഞു. ഒറ്റകുത്തിയാണ് ഏലവും എല്ലാം കൂടെ 10-60 ഏക്കർ സ്ഥലമുണ്ട്. ഈ ഒറ്റ ആൺകിടക്കും ഇവന് ഒറ്റ ചന്ത ഉണ്ട്. പനിയാണോ? എന്നും ഉണ്ടല്ലോ ഇപ്പം ബ്ലോക്ക്. എല്ലാം താഴെ വന്ന് കിടക്കുവാണല്ലോ. വീട്ടിനടുത്ത് മുട്ടിട്ടില്ലെന്നൊക്കെയാണ് ജയ പറയുന്നത്. എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. പകൽ നോക്കുമ്പോൾ അറിയാം. ബജ്ജി, ബജ്ജൻ. ഇവിടെ മീനുണ്ടോ? എല്ലാം കൂടെ ആണ്. പാലുണ്ട്,
മുട്ടയുണ്ട്. മുട്ടയോ മുട്ടയുള്ളൂ ഫാൻ ഉണ്ടാവും. ഇതറിയ എടുത്തേ നടത്തില്ല. അപ്പൊ ഫാൻ ഉണ്ടാവോ? ഫാൻ ഉണ്ടാവില്ലയോ? ഏ ഫാൻ ഉണ്ടാവും. ഫാനോ? ആ അല്ലേ ഫാന് തണുപ്പ് ചൂടാണോ ആവിയാണോ? നല്ല കാറ്റ്. നല്ല തലി എടുത്തേ. ആ ആരാണോ? അപ്പാ. ഓ പഴയതാണോ? പുതിയ ഫാൻ. നല്ല കാറ്റപ്പേ.